ഇഞ്ചോടിജിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. ഇന്നത്തെ ഇഞ്ചോടിജ് പ്രോഗ്രാമിൽ ഇഞ്ചോടിജിൽ നിന്ന് മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്ന മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? പേരെന്താ? ഗൗരി, ഭദ്ര, ദേവിക, സൂര്യജിത്ത്. ഗൗരി, ഭദ്ര, ദേവിക, സൂര്യജിത്ത്. ഓക്കെ, എല്ലാവരും പേര് പഠിച്ചു. അപ്പോൾ മറന്നു മിക്കവാറും. അപ്പോൾ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ കുറച്ച് സംസാരിക്കാം. നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് 10 രസകരമായ കുസൃതി ചോദ്യമാണ് ചോദിക്കുന്നത്. അതിൻ്റെ രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയുക. ആരാണോ ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരെ വിജയം പ്രഖ്യാപിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്വന്തമായി കസേരയുള്ള മാൻ ഏതാണ്? ചെയർമാൻ. നമ്മുടെ സൂര്യജിത്ത് കി ജയ് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞിരിക്കുന്നു. ഒരു ക്ലാപ്പ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്ത് എല്ലായിടത്തുമുള്ള പനി ഏതാണ്? ലോകത്ത് എല്ലായിടത്തുമുള്ള പനി ഏതാണ്? ഇത് കുസൃതി ചോദ്യമല്ലേ, അപ്പോൾ പനിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല. പിന്നെ ഈ ഒരു ഇതൊരു എന്തുവാ, ഒരുപാട് സ്ഥലത്ത് നമുക്കിത് കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. ഹോസ്പിറ്റൽ. എന്തുവാ? പനി. പണിയല്ല, അത് പണി. അറിയത്തില്ല? കമ്പനി. ആൻസർ കമ്പനി. അപ്പം അതിനൊരു ട്രിക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആരും യാത്ര ചെയ്യാത്ത ബസ് ഏത്? സിലബസ്. നമ്മുടെ ഗൗരി. ഗൗരിക്ക് നല്ലൊരു ക്ലാപ്പ്. നാലാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇവിടെ ആരെങ്കിലും പാട്ട് പാടോ? പാട്ട് പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. പാട്ട് പാടത്ത് എല്ലാണ്ട് ഒരുമിച്ചൊരു പാട്ട് പാടോ പിന്നീട് ലാസ്റ്റ്? ഇല്ല, ഉറപ്പിച്ച് പക്ക. അത് കഷ്ടമായിപ്പോയി. ഞാനും കൂടാ ലാസ്റ്റ് പാടാൻ നമുക്ക് പറഞ്ഞു. നാലാമത്തെ ക്വസ്റ്റ്യൻ, ആരും കൂട്ടാത്ത കറി ഏതാണ്? ആരും കൂട്ടാത്ത കറി ഏതാണ്? ഇവിടെ നമ്മൾ പോകാറുണ്ട്, കഴിക്കാറുണ്ട്. എന്തുവാടാ? അല്ല, ആരും കൂട്ടാത്ത കറി. കുസൃതി ചോദ്യമല്ലേ, കറി ആൻസറിൽ വരും. ഫ്രണ്ടിൽ എന്തെങ്കിലുമൊക്കെ വേടൊക്കെ കാണും. ഒരു ക്ലൂ തരാം. പച്ചക്കറി നമ്മൾ കൂട്ടുമല്ലോ, കൂട്ടാത്ത കറി. ഒരു ക്ലൂ തരാം. ഇവിടെ നമ്മൾ കഴിക്കാനൊക്കെ പോകാറുണ്ട്, സാധാരണ ജ്യൂസ് കുടിക്കാനൊക്കെ പോകാറുണ്ട്. പറഞ്ഞോ. ബേക്കറി. സൂര്യജിത്ത് രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞേക്കുന്നു. നല്ലൊരു ക്ലാപ്പ്. 2 ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞ് മുന്നിട്ട് നിൽക്കുകയാണ് നമ്മുടെ സൂര്യജിത്ത്. നിങ്ങൾക്ക് സന്തോഷമാണോ? ഗൗരി, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഒരിക്കലും കായ്ക്കാത്ത മരം ഏതാണ്? ഒരിക്കലും കായ്ക്കാത്ത മരം. സമരം. സൂര്യജിത്ത് 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ പഠിച്ചിട്ട് വന്നതാണെന്ന് തോന്നണം അല്ലേ? ആണോ? എന്താണ് അഭിപ്രായം? ആയിരിക്കും. ആറാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ആർക്കും പാട്ട് പാടാനൊന്നും വയ്യല്ലേ? വയ്യ. ആറാമത്തെ ക്വസ്റ്റ്യൻ, പറക്കാൻ പറ്റാത്ത കിളി ഏത്? പറക്കാൻ പറ്റാത്ത കിളി. അതേ ആൻസർ. പേരെന്താ? ഭദ്ര. അപ്പോൾ നമ്മുടെ ഭദ്രക്കുട്ടി ആൻസർ പറഞ്ഞേക്കണം. ഇക്ലിയാണ് ആൻസർ. ഭദ്ര ഉണർന്നിരിക്കുകയാണ്. 6 ക്വസ്റ്റ്യൻ എത്തിയപ്പോൾ ഭദ്ര ഉണർന്നത് അല്ലേ? അതെ. 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7ാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന രാജ്യം ഏതാണ്? ഗൗരി 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ. സൂര്യജിത്ത് 3 ക്വസ്റ്റ്യൻ. ഇഞ്ചോടിഞ്ച് ആയില്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എത്തുമോ അല്ലേ ഗൗരി? ഓക്കെ, അപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാണാൻ പറ്റാത്ത നാവ് ഏതാണ്?
കിനാവാണ് ആൻസർ. സൂര്യജിത്തിന് നല്ലൊരു ക്ലാപ്പ്. 4 ക്വസ്റ്റ്യൻ്റെ ആൻസർ. നല്ലൊരു ക്ലാപ്പ് കൂടെ പാവൂടെ. ഓക്കെ യെസ്. 9ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ, കയറാൻ പറ്റാത്ത കാർ ഏതാണ്? മഴക്കാർ. യെസ്. ഗൗരി ആൻഡ് സൂര്യജിത്ത് 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ നൽകി ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പക്ഷെ ക്വസ്റ്റ്യൻ ഇനി ആകെ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. ആരായിരിക്കും ജയിക്കുമെന്നത് കണ്ടറിയാം. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും വലിയ പോക്കറ്റടിക്കാരൻ ആരാണ്? ഏറ്റവും വലിയ പോക്കറ്റടിക്കാരൻ. സാധാരണ പോക്കറ്റ് അടിക്കുന്നത് ഇയാളാണ്. ഇത്രേ പറയാൻ പറ്റും. തയ്യക്കാരൻ ഗൗരി. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയി ആരാ? ഗൗരി എന്ന് ഉറക്കൊന്ന് പറയോ? എന്തുകൂടെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഗൗരി എന്ന് പറയും. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയി ആരാ? ഗൗരി. ഗൗരിക്ക് നല്ലൊരു ക്ലാപ്പ്. എല്ലാവരും സൂര്യജിത്തിന് അത്ര പോരാ ക്ലാപ്പ്. ഇഞ്ചോടിഞ്ച് പോരാട്ടല്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗൗരിയാണ്. ഗൗരിക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി KMPU കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ്റെ സ്റ്റേറ്റ് ലെവൽ മെമ്പറായ ഹർഷകുമാർ സാറിനെ ക്ഷണിച്ചോളുന്നു. നല്ലൊരു ക്ലാപ്പ്. ഇനി എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാമിനെ കുറിച്ച്? എൻജോയ് ചെയ്തല്ലേ? ആ മത്സരിക്കാൻ വരാൻ നേരത്തെ എന്തായിരുന്നു? അത് തന്നെ, അവര് മാറി വരെ പോയി. അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണും. അതുവരെ ബൈ ബൈ.